അപ്പോളേ കുറച്ചൊക്കെ ചോദിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ ഹോം ടൂർ പുതിയത് കാണിക്കാം. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർക്കും വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ദാ ഇത് ഹാളാണേ. വാ, ഇത് ഹാള്. കയറി വരുമ്പം തന്നെ നമുക്ക് ഇതാണ്ട് ഇവിടെ പ്രയറിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ നമ്മുടെ പ്രയർ ബുക്കുകൾ, അതുപോലെ നമ്മുടെ വിളക്ക് കത്തിക്കുന്നത്, പിന്നെ വെള്ളം, ബൈബിള്, പിന്നെ ഇതെന്തായിരുന്നു മറ്റേ കുന്തിരിക്കം പുകയ്ക്കുന്നത്, കൊന്ത, അങ്ങനത്തെ ഏരിയ ആണിത്. നമ്മൾ അവിടെ ഇരുന്നാട്ടോ പ്രയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ആണ്. നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഇടയ്ക്ക് വൃത്തിയാക്കും. ഇത് വരച്ചതാണ് കേട്ടോ, വരച്ച ഇതാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിവിടെ കർട്ടൻസൊക്കെ നമ്മൾ ഇതായിട്ട് മേടിച്ചിട്ടാണ് ഈ കർട്ടൻസൊക്കെ ഇട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഗബ്രൂട്ടനുണ്ട് കേട്ടോ. ഗബ്രൂട്ടന് മൈക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. വ്ളോഗ് ചെയ്യാണോ? ആണോ? എന്നാ ഒരു ഹായ് പറ. ഹായ് കുട്ടി വ്ളോഗർ. പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് നീളത്തിൽ ഇങ്ങനെ ഹാളിൻ്റെ ഇത് തന്നെയാണ്. അടുത്ത് നമുക്ക് റൂമിലേക്ക് പോവാം. റൂമിൽ ഇവിടെയൊക്കെ പണി പൂർത്തിയാക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ പുതിയ വാതിൽ സെറ്റ് ചെയ്താണ്. നേരത്തെ വാതിൽ അപ്പുറത്തായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമുക്ക് റൂമിലേക്ക് പോകാം. അത് വേണ്ട പൊന്നെ, നമുക്ക് റൂമിലേക്ക് കയറാം. റൂമിൽ ഇത് കിച്ചൻ തന്നെ പിടിപ്പിച്ച വാതിലാണ്. ഈ ഡോറെല്ലാം കട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് നമുക്ക് പിടിപ്പിച്ചാണ്. അതായത് പണി തീരാനുണ്ട് കേട്ടോ. അപ്പം ഇങ്ങോട്ട് കയറി വന്ന് കഴിയുമ്പം നമുക്ക് ഈ ഒരു റൂമുള്ള ആ റൂമിലോട്ട് ഇതാണ്ട് നമ്മുടെ ഒരു കട്ടിൽ, നമ്മുടെ ഒരു ഫാമിലി കോട്ടിന് വലിയൊരു കട്ടിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മെത്തിട്ടിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കട്ടിലും ഈ ഒരു റൂമുമാണ് നമുക്കുള്ളത് കേട്ടോ. അത് അത്യാവശ്യം വലിയൊരു കട്ടിൽ തന്നെയാണ്. നമുക്ക് 3 പേർക്ക് കിടക്കാം. പക്ഷേ ഇപ്പം നമുക്ക് 3 പേർക്ക് കിടക്കാൻ പറ്റത്തില്ല. എനിക്ക് തന്നെ കിടക്കാൻ ചില സമയത്ത് ഇടയില്ല. നമ്മുടെ ഗബ്രൂട്ടിന് അത്ര സ്പേസ് വേണം. ഗബ്രൂട്ടൻ കാണിച്ചു കൊടുക്ക്, കട്ടിൽ കാണിച്ചു കൊടുക്ക്. എവിടെ ഗബ്രൂട്ടൻ കിടക്കുന്നത്? എവിടെ കിടക്കുന്നത്? അവിടെ കിടക്കുന്നത് കേട്ടാ. ഇനി ബൊമ്മയൊക്കെ കാണിച്ചു കൊടുക്കുക. ഏതാ നമ്മുടെ ബൊമ്മ? അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ ആയിട്ട്. പിന്നെ ഇതാണ്ട് ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ച് നമുക്ക് ഇടയില്ലാത്തതുകൊണ്ട് പരമാവധി നമ്മൾ എല്ലാം ഹാങ് ചെയ്ത്, പിന്നെ ഗബ്രൂട്ടിനെല്ലാം എടുത്തെല്ലാം കളയുന്നത് കൊണ്ട് നമ്മൾ മാക്സിമം ചില വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ, അതൊക്കെ ബൾബാണ് കേട്ടോ, നമ്മളങ്ങനെ ഹാങ് ചെയ്തെല്ലാം ഫോട്ടോ ഫ്രെയിമാണ്. നമുക്ക് കൊളാബ് കിട്ടിയതും ഗിഫ്റ്റ് കൊടുത്തതും എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു സ്പേസ് വേണം. അത് കിട്ടിയിട്ട് വേണം ഇതെല്ലാം ഓർഡർ അനുസരിച്ച് വെക്കാനായിട്ട്. നമ്മുടെ പ്ലേ ബട്ടൺ വരെ നമ്മൾ അലമാരിയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ ഗബ്രൂട്ടിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ നാസി ഷമീൻ ഗിഫ്റ്റ് കൊടുത്ത പാണ്ടയാണ് അതിരിക്കുന്നത്. മറ്റേത് എൻ്റെ ബബുലുവാണ്. അപ്പോൾ അതാണ് ഈ ഒരു വശത്തും. ഇവിടെ ഫോട്ടോ ഉണ്ട്. പിന്നെ നമ്മൾ പറയാത്തൊരു കാര്യം, നമ്മൾ ആൾക്കാർ അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമായിരിക്കും ഈ ഒരു അലമാര. പണ്ടത്തെ വീഡിയോയിൽ ഈ ഒരു അലമാരയായിരുന്നുള്ളൂ, ആ ഒരു അലമാര. പക്ഷേ ഈ ഒരു അലമാര എന്ന് വെച്ചാൽ ഈ തവണത്തെ ബർത്ത്ഡേക്ക്, ഗബ്രൂട്ടൻ്റെ 2ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സത്യത്തിൽ ഈ ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് ഗബ്രൂട്ടന് ഗിഫ്റ്റ് ചെയ്തത് സാവിത്രിയമ്മയാണ് കേട്ടോ. ഇച്ചാനും സാവിത്രിയമ്മയും കൂടെ പോയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗബ്രൂട്ട സീനാണ് ഗൈസ് ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരും ഇത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഗബ്രൂട്ടൻ്റെ ഗിഫ്റ്റ് അലമാര. പിന്നെയുള്ളത് പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് പഴയ ഒരു റൂമായിരുന്നു ഇത്. പഴയ ഡോറുണ്ട്, ഈ അലമാരിയുടെ ബാക്കിൽ പഴയ ഡോറുണ്ട് കേട്ടോ. അത് നമ്മൾ കണ്ടോ, അത് പഴയ ഡോർ ഇതായിരുന്നു. കാരണം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നു, ഹാളൊക്കെ ആയിരുന്നല്ലോ അവിടെ. അപ്പം അത് ഉണ്ട് അവിടെ. അത് നമ്മൾ ലോക്ക് ചെയ്തിട്ട് കൊച്ചു പുറകെ തരാം അത് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അലമാരോട് വെച്ചിരുന്നത്. പിന്നെ കഴിഞ്ഞ ഹോം ടൂറിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ പ്രെയർ ചെയ്യുന്ന ഏരിയ ഇവിടെയായിരുന്നു. തരാം. ഗബ്രൂട്ടിന് ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങാൻ കിടന്നായിരുന്നു. അപ്പം കഴിഞ്ഞ തവണത്തെ പ്രെയർ ഏരിയ ഇവിടെയായിരുന്നു. അപ്പം നമ്മളതിപ്പോൾ അങ്ങോട്ട് മാറ്റി. അതുപോലെ ഇതൊരു ചെറിയൊരു ടേബിൾ വിട്ടിട്ടുണ്ട് ഇവിടെ. ഇതെൻ്റെ മേക്കപ്പ് ചെയ്ത സാധനങ്ങളും അങ്ങനത്തെ ആൽക്കോളത്തെ സാധനങ്ങൾ, പിന്നെ എൻ്റെ മെഡിസിന്, പിന്നെ വെള്ളം, അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവിടെ
ഇവിടെ ഒരു അലമാരി ഉണ്ട്. ഇവിടെ ഒരു അലമാരിക്കകത്ത് ഇത് എൻ്റെ കൂടുതൽ ഡ്രസ്സ് എൻ്റെയാണ്. എൻ്റെ ഇതാരുടേത്? ഗബ്രൂട്ടിൻ്റെ അലമാരി എന്തിയേ? ആടാ, ആര് മേടിച്ചെന്നേ? ഉറക്കം വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം. അപ്പൊ ഇതാണ് ആ ഒരു അലമാര. ഇനി നമുക്ക് അടുത്ത അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ നമുക്കിനി അടുത്ത ഏരിയയിലേക്ക് പോവാം. അടുത്തത് നമ്മൾ ഹാളാണ്, നമ്മുടെ റൂമാണ്, പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ എന്നൊക്കെ പറയാം. കാരണം നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലും ഇച്ചായനായാലും അതുപോലെ അമ്മയൊക്കെ വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കിടക്കാറ്. ഈ ഒരു ഏരിയയിലാണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് താഴെ വരുന്നുണ്ട്. അപ്പം എന്തേലും നമുക്കിവിടെ കുറച്ച് കിടക്കാൻ, അതുപോലെ ഗബ്രൂട്ടിന് കളിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ പോലെ ഇവിടെ വണ്ടിയൊക്കെ ഓടിക്കാൻ കുറച്ച് സ്പേസ് ഉണ്ട് ഇവിടെ കാണാനായിട്ട്. അത് നമ്മുടെ ആ ബ്ലാക്ക് അതിനകത്ത് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കേണ്ട കുറച്ച് പൗഡർ, സ്പ്രേ, പിന്നെ ഇച്ചാൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ലാപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡ്, പിന്നെ ഈ ഒരു ഡൈനിങ് ടേബിളും പ്രത്യേകം എടുത്തു പറയണം. എന്താണെന്ന് വെച്ചാൽ ഇത് ഇച്ചായൻ തന്നെ വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത അതാണ്. സോറി, ഷെമീറക്ക ഉണ്ടായിരുന്നല്ലേ, മറന്നുപോയി. ഷെമീറക്കായും ഇച്ചായനും കൂടെ വെൽഡ് ചെയ്തെടുത്ത ഇതാണ്. അതുണ്ട്. പിന്നെ അവിടെ നമ്മുടെ എല്ലാ വീട്ടിലും കാണാവുന്ന ഒരു കുഞ്ഞുങ്ങളുള്ള എല്ലാ വീട്ടിലും കാണാവുന്ന സാധനമാണ് ഇതാണ്ട്. അപ്പോൾ പലഹാരപാത്രം, അതായത് ഗബ്രൂട്ടിൻ്റെ പലഹാരപാത്രമാണ്. പിന്നെ സ്പീക്കർ, പിന്നെ ചൂടുവെള്ളം, ചെറിയ പ്ലേറ്റ്, അതാണ് ഈ ഒരു നമ്മളിവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കാറ് കൂടുതലും. പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്ഥലത്തേക്ക് പോയാലോ, പോവാം. പിന്നെ ഉള്ളത് ഈ ഒരു ഏരിയ ആണ്. ഇതിനകത്ത് നമുക്ക് വളരെ കുറച്ച് സ്പേസേ ഉള്ളൂ. വളരെ കുറച്ചെന്ന് വെച്ചാൽ വളരെ, കാരണം രണ്ടുപേരും നിന്ന് ചെയ്യാനുള്ള സ്പേസിൽ അത് തന്നെയാണ്. നമുക്ക് സാധനങ്ങളെല്ലാം മാക്സിമം ഒതുക്കി വെച്ച് ഇതാക്കണം. കാരണം അത്രയ്ക്ക് സ്പേസ് കുറവ്. കാരണം ഇവിടെ ഒരു സാധനം വെന്ത് ഇതായി കഴിഞ്ഞതിന് ശേഷം എടുത്ത് വെക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഏരിയ ഉള്ളൂ. ഇവിടെ കുറച്ച് രാവിലത്തെ അപ്പവും പിന്നെ കറികളും, പിന്നെ എനിക്ക് എത്തത്തില്ല കേട്ടോ ആ ഒരു ഏരിയയിൽ. പെട്ടെന്ന് എടുക്കേണ്ടാത്ത സാധനങ്ങളെല്ലാം അവിടെ, എടുക്കാനുള്ളതെല്ലാം ഈ സൈഡിൽ വെച്ചേക്കുവാണ്. അപ്പം സ്റ്റൗവ്, പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എടുക്കാനായിട്ട് എത്തത്തില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് പറ്റുന്ന സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ കഴുകി പാത്രങ്ങൾ, പ്ലേറ്റ് തരാം വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പൊടി ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത്, ഈ പരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, കവർ പാക്കറ്റൊക്കെ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ച് നല്ല ടൈറ്റാണ്. പിന്നെ ഇത് ആ ഒരു ഏരിയ ആണിത്. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ഓരോ സാധനങ്ങളായിട്ട്. ഇതിനകത്തൊക്കെ തീർന്ന്. പിന്നെ ഇത് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ ആണ്. എൻ്റെ ഒരു ഹൈറ്റിനൊത്ത് ഇത് കുക്കിയായിരുന്നു, പാത്രം കഴുകാനൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അത് ഞാൻ ഇവിടെ ഇട്ട് പാത്രം എടുത്ത് വെച്ച് ഉണക്കിയിട്ട് പിന്നെയാണ് ഇതിനകത്തിട്ട്, അതുപോലെ കഴുകി വെച്ചിരിക്കുന്ന പാത്രം അത് ഉണങ്ങി കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ട് പോകും. പിന്നെ ഇവിടെയുള്ള ഏരിയയ്ക്ക് ഇങ്ങനെ കരിമണിച്ച പോലെ വരിക, നമുക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക്, എന്നാലും ഇതിങ്ങനെ വരും. അതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജുണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് ഇപ്പോൾ വർക്കല്ല. ഫ്രിഡ്ജ് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് നാളായി, 6-7 മാസത്തിൽ കൂടുതലായി നമ്മുടെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ അത് പുറത്തേക്കുള്ള വാതിലാണ്. ഇത്രയൊക്കെയാണ് നമ്മളെ ചെറിയ വീട്. നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഹാപ്പി ആയിട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കും ബാത്റൂം എവിടെയാണ്. ബാത്റൂം നമ്മൾ പണിയാനായിട്ട് ഇതാക്കി ഇട്ടിരിക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇവിടെയാണ് നമ്മൾ ബാത്റൂം. പക്ഷേ ഇപ്പം നമ്മൾ തറയൊക്കെ കോൺക്രീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ക്ലോസറ്റും കാര്യങ്ങളെല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം പിടിപ്പിച്ച് ഡോറൊക്കെ വെച്ചിട്ട് പൈപ്പൊക്കെ വെച്ചിട്ട് സെറ്റാണ്. കാരണം എപ്പോഴും പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. പുറത്താണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാത്റൂം പുറത്താണ്. അപ്പം അങ്ങോട്ട് എപ്പോഴും പറ്റത്തില്ലല്ലോ.
അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കൊച്ചു ഹോം ടൂറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.